നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നാമനിർദ്ദേശ പത്രികയിൽ നോട്ട് ആപ്ലിക്കബിൾ എന്നെഴുതി ചോദ്യം ചെയ്ത് UDF. ഐസക്കിനോട് വിശദീകരണം തേടി കളക്ടർ. ഇലക്ട്രൽ ബോണ്ടിലും PM കെയർ ഫണ്ടിലും അന്വേഷണം. പുതിയ GST നിയമം. പ്രകടന പത്രിക പുറത്തിറക്കി കോൺഗ്രസ്. 2 സുധാകരൻ, 3 ശൈലജ, 2 ഷാഫി, 3 ജയരാജൻ. തെരഞ്ഞെടുപ്പിന് കളം നിറഞ്ഞ് അപരന്മാർ. സംസ്ഥാനത്ത് സൈബർ തട്ടിപ്പ് വ്യാപകം. 4 ദിവസത്തിനിടെ നഷ്ടമായത് 4 കോടിയിലധികം രൂപ. വാർത്തകൾ വിശദമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥികളായ തോമസ് ഐസക്കിനോടും ആന്റോ ആന്റണിയോടും സത്യവാങ്മൂലത്തിൽ ജില്ലാ കളക്ടർ വ്യക്തത തേടി. വിവാഹിതനാണോ എന്ന കോളത്തിൽ നോട്ട് ആപ്ലിക്കബിൾ എന്നാണ് തോമസ് ഐസക് എഴുതിയത്. ഇതിനെ UDF ചോദ്യം ചെയ്തതോടെയാണ് വിശദീകരണം തേടിയത്. ആന്റോ ആന്റണിയുടെ ഭാര്യയുടെ സ്വത്ത് വിവരങ്ങളിലാണ് വ്യക്തത വരുത്താൻ ആവശ്യപ്പെട്ടത്. അതേസമയം ഇരുവരുടെയും പത്രികകൾ അംഗീകരിച്ചു. അതിനിടെ കോട്ടയത്തെ അപരന്മാരുടെ പത്രിക തള്ളണമെന്ന് UDF ആവശ്യപ്പെട്ടു. അപരന്മാരുടെ പത്രികയിൽ പിന്താങ്ങിയവരുടെ ഒപ്പ് വ്യാജമായി ഇട്ടതാണെന്ന് UDF പരാതിപ്പെട്ടു. പത്രിക പൂർണ്ണമായും പൂരിപ്പിച്ചിട്ടില്ല എന്നും വാദിച്ചു. പത്രികയിൽ ഒപ്പിട്ടവരെ നേരിട്ട് ഹാജരാക്കാൻ അപരന്മാർക്ക് നിർദ്ദേശം നൽകിയ ജില്ലാ കളക്ടർ പത്രിക തള്ളുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം വൈകുന്നേരം 4 മണിയോടെ എടുക്കുമെന്ന് വ്യക്തമാക്കി. ഫ്രാൻസിസ് ഇ ജോർജിനായി പത്രികയിൽ ഒപ്പിട്ടിരിക്കുന്നത് കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിലെ ഒരു ബൂത്തിലെ 10 വോട്ടർമാരാണെന്നും ഈ വോട്ടർമാരുടെ പേരുകൾ വോട്ടർ പട്ടിക നോക്കി പകർത്തിയതാണെന്നും ഒപ്പുകൾ വ്യാജമാണെന്നും UDF ആരോപിച്ചു. കൂവപ്പള്ളിക്കാരൻ ഫ്രാൻസിസ് ജോർജിന്റെ പത്രികയിലെ ഒപ്പുകളും UDF സംശയം ഉന്നയിച്ചു. തെരഞ്ഞെടുപ്പിലേക്കുള്ള പ്രകടന പത്രിക പുറത്തിറക്കി കോൺഗ്രസ്. മല്ലികാർജുൻ ഖാർഗെ, സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി എന്നിവർ ചേർന്നാണ് പ്രകടന പത്രിക പുറത്തിറക്കിയത്. തൊഴിൽ, ക്ഷേമം, സമ്പത്ത് എന്നിവയാണ് പ്രകടന പത്രികയുടെ 3 ആപ്തവാക്യങ്ങൾ. ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ രാജ്യത്തുടനീളം ജാതി സെൻസസ് നടപ്പാക്കും എന്ന് പ്രകടന പത്രികയിൽ പറയുന്നു. SC, ST, OBC സംവരണം 50% ഉയർത്തുന്നതിന് ഭരണഘടനാ ഭേദഗതി കൊണ്ടുവരും. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് ജോലികൾക്ക് 10% സംവരണം ഏർപ്പെടുത്തും. ഇത് ജാതി സമുദായ വിവേചനം ഇല്ലാതെ നടപ്പാക്കും. പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ സ്ഥിരം ജോലികളിലുള്ള കരാർവൽക്കരണം നിർത്തലാക്കും. സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ ജീവിതവും പ്രവർത്തനങ്ങളും പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തും. നിർത്തലാക്കിയ മൗലാന ആസം സ്കോളർഷിപ്പുകൾ പുനഃസ്ഥാപിക്കും. മുതിർന്ന പൗരന്മാർക്ക് പൊതുഗതാഗതത്തിൽ ഉണ്ടായിരുന്ന യാത്രാ ഇളവുകൾ പുനഃസ്ഥാപിക്കും. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ കൂടുതൽ വിപുലീകരിക്കും. പൊതുജനാരോഗ്യ കേന്ദ്രങ്ങളിൽ ആരോഗ്യ പരിരക്ഷ സൗജന്യമാക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രമുഖ സ്ഥാനാർത്ഥികൾക്ക് ഭീഷണിയായി അപരന്മാർ. കോട്ടയത്ത് UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജിന് അപരനായി CPIM നേതാവ് പാറത്തോട് ലോക്കൽ കമ്മിറ്റി അംഗം ഫ്രാൻസിസ് ജോർജ് ആണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. അപരന്മാരെ ഗൗരവമായി കാണുന്നില്ലെന്ന് ഫ്രാൻസിസ് ജോർജ് പറഞ്ഞു. മാവേലിക്കര മണ്ഡലം UDF സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷിനും അപരൻ. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി സുരേഷ് കുമാറാണ് രംഗത്തെത്തിയത്. കോഴിക്കോടും വടകരയിലും പ്രമുഖ സ്ഥാനാർത്ഥികൾക്ക് 3 അപരന്മാരാണ് ഉള്ളത്. കോഴിക്കോട് UDF സ്ഥാനാർത്ഥി MK രാഘവന് അപരനായി 3 പേരാണ് ഉള്ളത്. LDF സ്ഥാനാർത്ഥി എളമരം കരീമിന് 3 പേർ. വടകര LDF സ്ഥാനാർത്ഥി KK ശൈലജയ്ക്ക് 3 അപരന്മാർ. ഷാഫി പറമ്പലിന് 2 അപരൻ. NK പ്രേമചന്ദ്രന് അപരനായി 1. കണ്ണൂരിലെ LDF UDF സ്ഥാനാർത്ഥികൾക്ക് അപരന്മാരുണ്ട്. MV ജയരാജന് 3 അപരന്മാർ. UDF സ്ഥാനാർത്ഥി K സുധാകരന് 2 അപരന്മാർ. ശശി തരൂരിന് 1 അപരൻ. അടൂർ പ്രകാശിന് 2 അപരന്മാർ. KK ശൈലജയ്ക്ക് 3 അപരന്മാരാണ് രംഗത്തുള്ളത്. അപരന്മാരിൽ KK ശൈലജ, K ശൈലജ, P ശൈലജ എന്നിവരാണ് പത്രിക സമർപ്പിച്ചത്. ഇതോടെ 4 ശൈലജമാർ മത്സര രംഗത്തുണ്ട്. ഷാഫി പറമ്പലിന് ഭീഷണിയായി 2 അപരന്മാരാണ് രംഗത്തുള്ളത്. TP ഷാഫി എന്നിവരാണ് പത്രിക നൽകിയ മറ്റു 2 പേർ. NDA സ്ഥാനാർത്ഥി പ്രഫുൽ കൃഷ്ണനെ മണ്ഡലത്തിൽ അപരഭീഷണിയില്ല. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി കഴിഞ്ഞതോടെ വടകരയിൽ ആകെ 14 സ്ഥാനാർത്ഥികളാണ് രംഗത്തുള്ളത്. സംസ്ഥാനത്ത് സൈബർ തട്ടിപ്പ് വ്യാപകമാകുമ്പോഴും ഇരുട്ടിൽ തപ്പി പോലീസ്. കഴിഞ്ഞ 4 ദിവസത്തിനിടെ സംസ്ഥാനത്ത് നഷ്ടമായത് 4 കോടിയിലധികം രൂപ. തട്ടിപ്പ് വാട്സപ്പ്, ടെലഗ്രാം ഉൾപ്പെടെയുള്ള നവമാധ്യമങ്ങൾ ഉപയോഗിച്ച്. സംസ്ഥാനത്ത് ഓൺലൈൻ തട്ടിപ്പിന് ഇരയാകുന്നവരുടെ എണ്ണത്തിൽ വൻ വർധനവ്. കഴിഞ്ഞ 4 ദിവസത്തിനിടെ സംസ്ഥാനത്ത് 4 കോടി രൂപയിലധികമാണ് തട്ടിപ്പുകൾ കൊണ്ടുപോയത്. വിവിധ തട്ടിപ്പുകളിൽ സൈബർ പോലീസ് മാത്രം രജിസ്റ്റർ ചെയ്ത് 10 FIRകളുണ്ട്. തിരുവനന്തപുരം, തൃശൂർ ജില്ലകളിൽ 3, പാലക്കാട്, വയനാട് ജില്ലകളിൽ 2 വീതമാണ് FIR ഉള്ളത്. വാട്സപ്പ്, ടെലഗ്രാം അക്കൗണ്ടുകൾ വഴിയാണ് ഭൂരിഭാഗം തട്ടിപ്പുകളും. തട്ടിപ്പിന് ഇരയാകുന്നവരിൽ ഭൂരിഭാഗവും ഉന്നത വിദ്യാഭ്യാസമുള്ളവരുമാണ്.
തട്ടിപ്പുകൾ ആവർത്തിക്കുമ്പോഴും കേസെടുക്കുന്നതിനപ്പുറമുള്ള നടപടികളിലേക്ക് സാധിക്കാത്ത അവസ്ഥയിലാണ് പോലീസ്. ദിവസങ്ങളിൽ സൈബർ തട്ടിപ്പ് കേസുകളും ഇനിയും വരുമെന്നാണ് സൈബർ വിദഗ്ധരുടെ നിഗമനം.